ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലൊരു ജെർക്കിംഗ് ഉണ്ടാകുന്നു, ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. എപ്പോഴൊക്കെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു ആ ഒരു സമയത്തൊക്കെ വാഹനത്തിനുള്ളിൽ ഒരു ജെർക്കിംഗ് ഉണ്ടാകുന്നു. അതെങ്ങനെ മാറ്റാമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്നവർക്ക് അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു പ്രശ്നത്തിന് തീർച്ചയായിട്ടും നിങ്ങളൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാര മാർഗ്ഗം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഓക്കെ, ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. അത് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഗുണമുണ്ടാകത്തുള്ളൂ. എന്തായാലും നമുക്ക് അതിനുവേണ്ടി വാഹനത്തിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ക്ലച്ചിൽ നിന്നും കാലയക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വൈബ്രേഷൻ, ഒരു ജെർക്കിംഗ് വാഹനത്തിന് ഉണ്ടാകുന്നത്. നിങ്ങൾ പ്രധാനമായിട്ടും വണ്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇത് വാഹനത്തിൻ്റെ എൻജിനാണ്. നിങ്ങൾ നോക്കി, ഇത് വാഹനത്തിൻ്റെ എൻജിൻ. ഈ കാണുന്നത് വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എൻജിൻ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ഒന്ന് ന്യൂട്രൽ ആക്കിയതിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. ഈ എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ ഗിയർ ബോക്സ് വഴി വാഹനത്തിൻ്റെ വീലുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊരു വാഹനത്തെ നമുക്ക് ചലിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ നമുക്ക് ഗിയർ ബോക്സ് വഴി വീലുകളിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ എൻജിനും ഗിയർ ബോക്സിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. ആ ആളാണ് ക്ലച്ച്. ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ക്ലച്ചിൻ്റെ ഒരു പടം ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഈ എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ ക്ലച്ച് വഴി ഗിയർ ബോക്സിലേക്ക് എത്തി അവിടെ നിന്നാണ് വീലുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ പവർ ഫ്ലോ കൃത്യമായിട്ടും ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ടെടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോഴാണ് ഈ എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ ക്ലച്ച് വഴി ഗിയർ ബോക്സിലൂടെ നമുക്ക് വീലുകളിലേക്ക് എത്താൻ കഴിയും. ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, വാഹനം ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. ഞാനിത് ജസ്റ്റ് ക്ലച്ച് ഒന്ന് ചവിട്ടിയിട്ട് വണ്ടിയുടെ ഗിയർ ഞാൻ ന്യൂട്രാക്കുക. ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിങ്ങനെ നോക്കണ്ട, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഓൾറെഡി വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻജിൻ മാത്രമാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. ഇനി എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ നമുക്ക് ഗിയർ ബോക്സിലേക്ക് എത്തണം. അതിനുവേണ്ടി നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് ക്ലച്ച് ചവിട്ടുന്നു. ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ അങ്ങിട്ട് കഴിയുമ്പോഴത്തേന് ഈ എൻജിനും ഗിയർ ബോക്സും തമ്മിൽ കണക്റ്റ് ആവും. പിന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോൾ ഇവ തമ്മിലുള്ള കണക്ഷൻ ഓൾറെഡി വരികയും എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ ഗിയർ ബോക്സ് വഴി ഡ്രൈവ് വീലുകളിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാം. എൻ്റെ കാലിതേ മെല്ലെ ബ്രേക്കേ വരുന്നു. ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ ആക്കിയതിന് ശേഷം ബ്രേക്കേ കാല് വെച്ച് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓൾറെഡി വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ടായി. ഈ ഒരു സമയത്ത് ഒരു തരത്തിലുള്ള പവർ ഫ്ലോയും എൻജിനിൽ നിന്ന് വരുന്ന ഒരു പവർ ഫ്ലോയും നമുക്ക് വാഹനത്തിൻ്റെ വീലുകളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടാണ് നമ്മളുടെ വാഹനം ഇപ്പം ചലിക്കാതെ കിടക്കുന്നത്. ഇനി നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തി ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കുമ്പോൾ എൻജിനും ഗിയർ ബോക്സും കണക്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, മെല്ലെ ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുമ്പോൾ വാഹനം ഗിയർ ബോക്സുമായിട്ട് കണക്ട് ചെയ്ത് ഡ്രൈവ് വീലുകളിലേക്ക് എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ പതിയെ എത്തുമ്പോഴാണ് നമുക്ക് വാഹനം റണ്ണാകുന്നത്. പെട്ടെന്ന് ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് എൻജിൻ ഇടിച്ച് വണ്ടി ഓഫായി പോകും. അതായത് ആ വീലുകളിലേക്കുള്ള പവർ ഫ്ലോ കൃത്യമായിട്ട് കിട്ടാതെ വരുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കിംഗ് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിങ്ങനെ വാഹനം മുന്നോട്ടെടുത്തല്ലോ. ഇപ്പോൾ ഓൾറെഡി ഒരു പവർ ഫ്ലോ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിക്ക് ഒന്ന് മൂവ് ആക്കുക. ആക്സിലറേറ്റർ കൊടുത്തൊന്ന് മൂവ് ആക്കിയതിന് ശേഷം ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തുക. സെക്കൻഡ് ഗിയർ കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് നിങ്ങൾ പതിയെ കാലയക്കുക. പതിയെ കാലയക്കുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള ജെർക്കിങ്ങും വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കിങ് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനത്തിന് മൂവ് ആക്കുക. മൂവ് ആക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്
മൂവ്മെൻറ്റ് വാഹനത്തിൻ്റെ വീലുകളിലേക്ക് വരികയും വാഹനത്തിൻ്റെ വീലുകൾ കൂടുതലായിട്ട് കറങ്ങുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ക്ലച്ച് ചവിട്ടിയിട്ട് അടുത്തൊരു ഗിയർ ഇടുക. ക്ലച്ചിൽ നിന്ന് കാലയച്ചാലും വാഹനത്തിനുള്ളിൽ വൈബ്രേഷൻ ഇല്ലാതെ അടുത്തൊരു ഗിയർ ഇടാൻ കഴിയും. നിങ്ങളെ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇത് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ഇതേ ക്ലച്ച് ഔട്ടുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു, ഇതേ ക്ലച്ചിൽ നിന്ന് കാലയച്ചു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒരു തരത്തിലുള്ള ജെർക്കുമില്ലാതെ നമുക്ക് തേർഡ് ഗിയർ ഇടാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ തേർഡ് ഗിയർ പോവുകയാണ്. ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജെർക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് വലിമുട്ടാനായിട്ടുള്ള ഒരു സമയം കൊടുക്കരുത്. അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ തേർഡ് ഗിയറിൽ അങ്ങ് പോകുന്നു എന്ന് സങ്കല്പിക്കുക. മുന്നിലായിട്ട് ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയർ ഇച്ചിരി നേരത്തെ അങ്ങ് കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ജെർക്കിങ്ങും ഉണ്ടാകത്തില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ജെർക്കിങ് കൂടുതലായിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് കാലയക്കാതിരിക്കുക. എന്നാൽ ഒരുപാട് സമയമെടുത്തും ക്ലച്ചിൽ നിന്ന് കാലയക്കാതിരിക്കുക. അതായത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നത് ഏറ്റവും പതിയാണ്. അത്രയും പതിയെ നിങ്ങൾ സെക്കൻഡിലോ തേർഡിലോ ഗിയർ ഇടുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാലയക്കാതിരിക്കുക. എന്നാൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ടൈമിൽ, അതായത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, ഇതേ ഞാൻ തേർഡ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ നോക്കുക, അതെ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. അതായത് ഒരു 3-4 സെക്കൻഡ് എടുത്ത് നിങ്ങൾ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് കാലയച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തീർത്തും പതിയെ ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ വാഹനം ഓഫായി പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന് ഇടയിൽ വരുന്ന ഒരു ടൈം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ആ ഒരു തരത്തിൽ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലം നയിച്ചു നോക്കിക്കേ, തീർച്ചയായിട്ടും വാഹനത്തിനുള്ളിൽ വൈബ്രേഷൻ ഉണ്ടാകത്തില്ല. ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇതിപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്, വണ്ടിക്ക് മൂവ് ആക്കുന്നു, അതിനുശേഷം ആക്സിലറേറ്റർ കുറച്ചു, ക്ലച്ച് ഔട്ടുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, ഇതേ ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ഇതേ ഒരു തരത്തിലുള്ള വൈബ്രേഷൻ വാഹനത്തിനില്ല. വീണ്ടും ഞാനിത് വണ്ടിക്ക് ആക്സിലറേറ്റർ കൊടുത്ത് ഫസ്റ്റ് മൂവ് ആക്കി, ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. നിങ്ങൾ നോക്കുക, ഇപ്പോഴും വാഹനത്തിന് ഒരു തരത്തിലുള്ള വൈബ്രേഷനും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്ന അവസരങ്ങളിൽ ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വാഹനം എടുക്കുക. പിന്നെ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഓരോ ഗിയർ ഇടുക. ഓരോ ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നത് ഏറ്റവും പതിയെയും ആകരുത്, ഏറ്റവും സ്പീഡിലും ആകരുത്. ഇതിനിടയിൽ നിൽക്കുന്ന ഒരു മെത്തേഡ് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ആദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് വാഹനം മുന്നോട്ടെടുക്കുക. പിന്നെ വാഹനം ഓടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ഓൾറെഡി വാഹനത്തിൻ്റെ ഉള്ളിൽ വീലുകളിലേക്ക് ഒരു പവർ ഫ്ലോ നടക്കുന്നുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വേഗത്തിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കാതിരിക്കുക, ഒരുപാട് സാവധാനത്തിലും ക്ലച്ചിൽ നിന്ന് കാലയക്കാതിരിക്കുക. ഇതിനിടയിൽ വരുന്ന ഒരു സ്പീഡ് നിങ്ങൾ കണ്ടെത്തുക. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നതിന് ആ ഒരു സ്പീഡ് ലെവൽ കണ്ടെത്തിക്കൊണ്ട് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വാഹനം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജെർക്കിംഗ് നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.